ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവബോധനം മാനവ സമാധാനത്തിന് എന്ന സന്ദേശവുമായി KNM നാദാപുരം യൂണിറ്റ് സംഘടിപ്പിക്കുന്ന സ്നേഹസംഗമം പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. രാഷ്ട്രീയ പകയും വർഗീയ വിദ്വേഷവും കൊണ്ട് സംഘർഷഭരിതമായ ജനമനസ്സുകളിലേക്ക് ദൈവിക ബോധനത്തിലൂടെ സമാധാന സന്ദേശം എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടുകൂടിയാണ് KNM ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സമാധാനം ആഗ്രഹിക്കുന്നവരാണ് നാം ഒക്കെ. എന്നാൽ അസമാധാനത്തിന്റെയും അശാന്തിയുടെയും ആക്രമണങ്ങളുടെയും ഇടയിൽ ജീവിക്കുന്നവരാണ് നാം. മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന മതത്തിന്റെ പേരിലാണ് മതം എന്തെന്നറിയാത്ത ആളുകൾ തമ്മിൽ തല്ലുന്നത് എന്നത് ഏറെ വിരോധാഭാസമാണ്. ഈ വിഷയകമായി മതത്തിൽ എന്താണ് ഇതിന്റെ കാഴ്ചപ്പാട് എന്ന് വിശദീകരിക്കുകയാണ്, ഇവിടെ വിശകലനം ചെയ്യുകയാണ്. സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ സ്വാഗത പ്രസംഗം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യ പണ്ഡിതനും വാഗ്മിയുമായ അഡ്വക്കേറ്റ് മായിൻകുട്ടി മേത്തറാണ്. അതേപോലെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നാദാപുരം MLA EK വിജയൻ അവർകളാണ്. അദ്ദേഹവും ഏതാനും നിമിഷങ്ങൾക്കാവും ഇവിടെ എത്തിച്ചേരും. നമ്മോട് ഇവിടെ എത്താമെന്നേറ്റിരുന്ന ബഹുമാനപ്പെട്ട നാദാപുരം സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാർ സർ, DGPയുടെ ഒരു അടിയന്തര കോൺഫറൻസ് തൃശ്ശൂരിൽ നടക്കുന്നതുകൊണ്ട് പ്രതിനിധിയായി ബഹുമാനപ്പെട്ട നാദാപുരം സബ് ഇൻസ്പെക്ടർ നോബൽ സാറെ അയച്ചിട്ടുണ്ട്. അതേപോലെ ഈ വേദിയിൽ ആശംസകൾ അർപ്പിക്കുന്നത് CK പോക്കസ് മാസ്റ്റർ, അഹമ്മദ് പുന്നക്കൽ, VP കുഞ്ഞികൃഷ്ണൻ, വാണിയൂർ അന്ത്രു, ആവോലം രാധാകൃഷ്ണൻ, ഗംഗാധരൻ മാസ്റ്റർ, ബംഗ്ലത്ത് മുഹമ്മദ് എന്നിവരാണ്. ഞാൻ എന്റെ കർത്തവ്യമായ സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ ബഹുമാനപ്പെട്ട നാദാപുരം MLA ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യ പണ്ഡിതൻ വാഗ്മിയുമായ അഡ്വക്കേറ്റ് മായിൻകുട്ടി മേത്രയെയും ഞാൻ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് തന്നെ കൃത്യം 8 മണിക്ക് ബഹുമാനപ്പെട്ട മായിൻകുട്ടി മേത്രയുടെ പ്രസംഗം ആരംഭിക്കേണ്ടതുകൊണ്ടും ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ നാദാപുരം MLA EK വിജയൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷൻ ഈ വേദി നിയന്ത്രിക്കുന്നത് KNM നാദാപുരം യൂണിറ്റിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട CV കുഞ്ഞഹമ്മദ് സാഹിബ് അവർകളാണ്. അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലൈഹി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിൽ ഉപവിഷ്ടരായ നേതാക്കന്മാരെ, സദസ്സിലും പരിസരങ്ങളിലും ഈ ഭാഷണം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെ, KNM നാദാപുരം മേഖല സംഘടിപ്പിക്കുന്ന സ്നേഹസംഗമം എന്ന പരിപാടി കാലികമായി നമ്മുടെ പ്രദേശത്ത് ഏറ്റവും പ്രസക്തമെന്ന് തോന്നുന്ന വിഷയം
ഒരു മതസംഘടന എന്നുള്ള നിലക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ മത സംഘടന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന തദ്വിഷയമായി ഈ നാട്ടിലെ ജനങ്ങളോട് സംവദിക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിക്കപ്പെട്ടത്. ഞാൻ നീട്ടി പറയുന്നില്ല. പ്രഗത്ഭരായ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട MLA ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ അഹമ്മദ് പിന്നക്കൽ, VP കുഞ്ഞകൃഷ്ണൻ സർ, രാധാകൃഷ്ണൻ ആവോലം, ഗംഗാധരൻ മാസ്റ്റർ തുടങ്ങി വാണിയൂർ അന്തർക്ക നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ വിശദമായി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. അധ്യക്ഷൻ എന്നുള്ള നിലക്ക് ഒരു അഭ്യർത്ഥന മാത്രം. മോയിൻകുട്ടി മേത്തർ ഈ വിഷയ സംബന്ധമായി നമ്മുടെ നാട്ടില് ഇന്നത്തെ സമൂഹത്തില് പ്രാദേശികമായി അല്ല വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ ആ വിഷയത്തെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിക്കാൻ കഴിവുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തിപ്പെടും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട MLA സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ CA സാർ സുനിൽകുമാർ അദ്ദേഹം ഈ പരിപാടിയിൽ എത്തിപ്പെടും എന്ന് വളരെ താല്പര്യപൂർവ്വം അറിയിച്ചതാണ്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി സ്ഥലത്തില്ലാത്തതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നോബൽ സാറിനെ അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി EK വിജയൻ MLA ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. KNM നാദാപുരം മേഖല കമ്മിറ്റി സംഘടിപ്പിച്ച ഈ സ്നേഹ സംഗമം പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച KNM നാദാപുരം യൂണിറ്റിൻ്റെ സെക്രട്ടറി ശ്രീമാൻ മുഹമ്മദ് വടക്കയിൽ, അധ്യക്ഷം വഹിക്കുന്ന ശ്രീമാൻ CV കുഞ്ഞമ്മദ്, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ബഹുമാന്യരായ ശ്രീമാൻ CK പോക്കർ മാസ്റ്റർ, അഹമ്മദ് പുന്നക്കൽ, സഖാവ് VP കുഞ്ഞികൃഷ്ണൻ, ബഹുമാന്യനായ വാണിയൂർ അന്തർക്ക, ശ്രീമാൻ ആവോലം രാധാകൃഷ്ണൻ, ശ്രീമാൻ ഗംഗാധരൻ മാസ്റ്റർ, ശ്രീമാൻ ബംഗളത്ത് മുഹമ്മദ്, വേദിയിലുള്ള നാദാപുരം SI, മുഖ്യപ്രഭാഷണം നടത്തുന്ന അഡ്വക്കേറ്റ് മോയിൻകുട്ടി മേത്തർ, നന്ദി രേഖപ്പെടുത്തുന്ന ഇസ്മായിൽ ഇല്ലത്ത്, സദസ്സിലുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ച് ഏറെ കാലിക പ്രസക്തവും നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ ഭക്ഷണം കണക്കെ കൊണ്ടുപോകേണ്ടുന്ന ഒരു സമീപനമാണ് സ്നേഹം. അതിനായി ഇത്തരമൊരു സംഗമം സംഘടിപ്പിച്ച KNM-ന്റെ പ്രവർത്തകരെയും ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മുടെ ഈ മേഖലയിൽ മനുഷ്യരുടെ കൂട്ടായ്മ, രാജ്യത്തിൻ്റെ വികസനം, നമ്മുടെ വളർച്ച, ഉയർച്ച എന്നിവയൊക്കെ സ്നേഹസമ്പൂർണമായ
അന്തരീക്ഷത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, ജീവിതത്തിലൂടെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഭരണഘടനാപരമായി തന്നെ ഒരു മതേതര രാജ്യം എന്ന് പറഞ്ഞാൽ അത്രയേറെ മതങ്ങളുള്ള ഒരു രാജ്യമെന്ന നിലയ്ക്കാണ് മതവിശ്വാസികൾക്കും മതത്തിൽ വിശ്വാസമില്ലാത്തവർക്കും ഒക്കെ മാന്യമായി ജീവിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സെക്കുലർ സ്റ്റേറ്റ് എന്ന നിലക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഈ നാടിനെ കൊണ്ടുപോകണം എന്ന് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ആഗ്രഹിച്ചത്. വിവിധ ഭാഷ, വിവിധ ദേശം, വിവിധ സംസ്കാരം, വിവിധ മതം, വിവിധ ജാതി, ഇതിനെയൊക്കെ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ കൂട്ടിയിണക്കി ഒരു മാലയായി മഹത്തായ ഭാരതത്തെ, പ്രിയപ്പെട്ട നാടിനെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ്. അതിലൊരു മുത്ത് മാറിപ്പോയാൽ, അറ്റുപോയാൽ മാലയിൽ നിന്ന് മുത്തുമണികൾ വീഴുന്നത് പോലെ ഈ പ്രിയപ്പെട്ട രാജ്യത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ഈ പുണ്യഭൂമിയുടെ ഐക്യം തകരും. അത് കെടാതെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ, ഈ വിളക്ക് കെടാതെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഈ നാട്ടിൻ്റെ മനുഷ്യരുടെ സ്നേഹവും കൂട്ടായ്മയുമാണ് അതിന് അനിവാര്യമായി വേണ്ടത്. ലോകത്ത് രാജ്യങ്ങളെ ഭിന്നിപ്പിക്കാൻ, മതങ്ങളെ ഭിന്നിപ്പിക്കാൻ ലോക സാമ്രാജ്യത്വം പരിശ്രമിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലല്ല, ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വം അതിന് പരിശ്രമിക്കുന്നത് മതങ്ങളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടാണ്. അതിൽ സാക്ഷികളാവുകയാണല്ലോ നമ്മൾ. ഒട്ടേറെ രാജ്യങ്ങൾ ഞാൻ നീട്ടി പറയുന്നില്ല, എനിക്ക് തന്നെ പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് ഞാൻ തന്നെ കൂടുതൽ സമയമെടുക്കുന്നതും ഉചിതമല്ല. ആ രാജ്യങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒന്ന് ഓർത്താൽ മതി. യുദ്ധമില്ലാത്ത ഒരു സാഹചര്യത്തിൽ, രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമില്ലാത്ത ഒരു സാഹചര്യത്തിൽ രാജ്യത്തിനകത്ത് മനുഷ്യർ മരിച്ചു വീണത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. അതിൽ തന്നെ മരിച്ചവരുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ മുസ്ലിം സഹോദരന്മാരുടെ എണ്ണമായിരിക്കും ഈ സമീപകാലം, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള ഒരു കാലയളവിൽ സമീപകാല ലോക സാഹചര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കഴിയുക. ശത്രുവാര്, മിത്രമേത് എന്ന് തിരിച്ചറിയേണ്ടുന്ന നാളുകളാണ്, സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അന്തർദേശീയ വാർത്താ ചാനലുകളിൽ അതൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. മരിച്ചു വീഴുന്ന സഹോദരന്മാർ ഒരു രാജ്യത്ത് അയൽപക്കത്ത് നിൽക്കുന്ന ഒരു മതത്തിൽപ്പെട്ടവരെ പോലെ തന്നെ ഭിന്നിക്കാൻ പരിശ്രമിക്കുന്നത് ജാതി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതിന്റെ ഭാഗമാണ് ഇന്ത്യ പോലൊരു രാജ്യത്തും ഈ ജാതിയെയും മതത്തെയും ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മതം മറ്റു മതത്തിന്റെ മേൽ വിദ്വേഷമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടോ? കവി പാടിയിട്ടുണ്ട്, ഗീതയോ ഖുറാനോ ബൈബിളോ മറ്റു മതത്തിന്റെ മേൽ കടന്നാക്രമണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മതവും മറ്റു മതത്തിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കാൻ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രഭാഷകൻ അതിലൂടെ സൂചിപ്പിക്കുമല്ലോ, പഠിപ്പിക്കുന്നില്ല. എല്ലാ മതവും സാഹോദര്യത്തോടെ, സമാധാനത്തോടെ ഉള്ള ലോകത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ മത താല്പര്യത്തിനനുസരിച്ച്, മതവിശ്വാസത്തിനനുസരിച്ച് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത്. ഒരു മത പ്രവാചകനോ ഒരു മതവിശ്വാസിയോ അത്തരമൊരു സമീപനത്തിന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ വിശ്വാസത്തിന്റെ മേൽ കടന്നാക്രമണം നടത്തുന്ന ഈ സമീപനത്തിനെതിരെ താക്കീത് സൃഷ്ടിക്കാനുള്ള, പ്രതിരോധം സൃഷ്ടിക്കാനുള്ള സമീപനത്തിന്റെ ഭാഗമായി ഇത്തരം സംഗമങ്ങളും ഇത്തരം സമാധാന ദൗത്യങ്ങളുമാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ വഴിയായി നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇവിടെ നമ്മുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അത്രയേറെ ഐക്യപ്പെട്ട് മുന്നോട്ട് പോയ ജീവിതത്തിന്റെ തീർച്ചയായും പ്രാസംഗികരോട് അത് സൂചിപ്പിക്കും അനുഭവങ്ങളാണ്. അതിൽ നിന്നാണ് വർത്തമാനകാല സാഹചര്യത്തിലെ നമ്മുടെ പ്രശ്നം എന്ത്, ജീവിതത്തിലെ ഒരു കുട്ടിയുടെ പ്രശ്നം എന്ത്, ചെറുപ്പക്കാരന്റെ പ്രശ്നം എന്ത്, സ്ത്രീകളുടെ പ്രശ്നം എന്ത്, തൊഴിലാളികളുടെ പ്രശ്നം എന്ത്, കൃഷിക്കാരന്റെ പ്രശ്നം എന്ത്, മനുഷ്യരുടെ പ്രശ്നം എന്ത്, അതിനേതെങ്കിലും മതങ്ങൾ തടസ്സമാണ്? അതിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള സമീപനങ്ങൾ മനുഷ്യർ കൂട്ടായി പരിശ്രമിക്കണം. തീർച്ചയായും അതിന്റെ ദൗത്യമാണ് നമ്മുടെ നാട്ടിലും കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തായാലും നടക്കേണ്ടത്. അതിലൂടെയാണ് മാനവരാശിയുടെ മോചനം.
അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ എളുപ്പത്തിൽ കഴിയുന്നതാണ് ഇത്തരം വിശ്വാസങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാനും അതിന്റെ മേൽ ആധിപത്യമുറപ്പിക്കാൻ മതത്തെ ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമവും. അതിൽ നിന്ന് തടയിടാൻ ഉള്ള പരിശ്രമത്തിൽ KNM പോലുള്ള പ്രസ്ഥാനവും അതിൻ്റെതായ ഒരു പങ്ക് നിർവഹിക്കുന്നു എന്നത് സന്തോഷകരമാണ്. ഏത് വേദത്തിലുണ്ട് അന്യമതസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ പഠിപ്പിക്കുന്നു എന്ന് കവിവാക്യം തീർച്ചയായും ഉരുവിട്ടുകൊണ്ടായിരിക്കണം ഈ മതവിശ്വാസികൾ ഇതിനു വേണ്ടി പരിശ്രമിക്കേണ്ടത്. അതിന് മതവിശ്വാസികളുടെ സ്ഥാപനങ്ങൾ എന്ന നിലക്ക്, ആസ്ഥാനങ്ങൾ എന്ന നിലക്ക്, അമ്പലങ്ങളായാലും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും ചർച്ചകളായാലും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കടന്നു വരാൻ സമാധാനത്തോടെ പ്രാർത്ഥിച്ച് അവൻ്റെതായ പ്രശ്നങ്ങൾ, ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കുവാനുള്ള ഒരു വേദി എന്ന നിലക്ക് മതസ്ഥാപനങ്ങൾക്കും അതോടൊപ്പം മതവിശ്വാസികൾക്കും കഴിയേണ്ടതുണ്ട് എന്നാണ് ഈ ഒത്തുചേരലിന്റെ ഭാഗമായി ബഹുമാന്യരായ സുഹൃത്തുക്കളുടെ മുമ്പാകെ എന്നെ സൂചിപ്പിക്കാനുള്ളത്. രാഷ്ട്രീയ പ്രശ്നങ്ങളെ രാഷ്ട്രീയ പ്രവർത്തകർക്ക്, നേതാക്കന്മാർക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹാരമെടുത്ത് അത് പ്രാദേശിക തലങ്ങളിൽ പരിഹാരമുണ്ടാക്കിയെടുക്കാൻ കഴിയും. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ മനുഷ്യനിൽ വിള്ളലുകൾ ഉണ്ടാക്കിയാൽ അത് മാറ്റിയെടുക്കാൻ ഏറെ പ്രയാസപ്പെടും. അപ്പോ ചെറുപ്പത്തിലെ കുഞ്ഞുനാളുകളിലെ നമുക്ക് അതിൻ്റെ ഒരു പരിശ്രമവും ആരംഭിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഈ നാട് അനുഭവിച്ചവരാണ് ഇന്ത്യ. സ്വാതന്ത്ര്യാനന്തരം അതിന്റെ പേരിൽ ഭിന്നിച്ചതാണ് നമ്മുടെ രാഷ്ട്രം. അതിലേക്ക് അന്ന് ഒഴുകിയ രക്തപ്പുഴ, അതിന്റെ കഥകൾ കേട്ടറിഞ്ഞവരും അത് മനസ്സിലാക്കിയ തലമുറയാണ് നമ്മുടേത്. അതിലേക്ക് നാട് നീങ്ങാതിരിക്കണമെങ്കിലുള്ള പരിശ്രമമാണ് നമ്മുടെ മുമ്പിൽ അനിവാര്യമായും വേണ്ടത്. അപ്പൊ അത് വരുമ്പോൾ ഒരു നാട് ഒറ്റപ്പെട്ടു പോകുന്നു, അന്യം നിന്നു പോകുന്നു. ഒരു നാടിനെ കുറിച്ച് പറയുമ്പോൾ അന്യദേശക്കാർ, അന്യപ്രദേശത്തുകാർ ഭീതിയോടെ ഓർക്കുന്നു. അങ്ങനെയുള്ളവരാണോ ഇവിടെയുള്ളവർ? സമൂഹത്തിലെ ചെറിയൊരു ശതമാനം പേർ എടുക്കുന്ന സമീപനത്തിന്റെ ഭാഗമാണ് ഇത് വരുന്നത് എന്ന് പറയുമ്പോൾ അതിനെ തടയുവാൻ നമുക്ക് കഴിയണം. അത് സമൂഹത്തിന് കഴിയണം, പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം, വീടുകളിൽ കഴിയണം. ചെറുപ്പക്കാരെ ചൊട്ടയിലെ ശീലം ചുടലവരെ പഠിപ്പിക്കാനുള്ള ശ്രമം രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് വരണം. ഒരു അന്വേഷണം വേണം. മക്കൾ എങ്ങോട്ട് പോകുന്നു, മക്കൾ എന്തുകൊണ്ട് താമസിച്ചു വരുന്നു എന്ന് അന്വേഷിച്ചുകൊണ്ട് നേർവഴികളിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തണം. അതിൽ ഗൃഹനാഥന്മാർ, അമ്മമാർക്ക്, അച്ഛന്മാർക്ക്, സ്കൂൾ അധ്യാപകർക്ക്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർക്ക്, പ്രവാചകരോ മതത്തിന്റെ പ്രവർത്തകരോ ആയ ആളുകൾക്ക്, മതവിശ്വാസികൾക്ക് അതിൻ്റെതായ ഒരു പങ്കുണ്ട്. അത്തരമൊരു കൂട്ടായ യജ്ഞത്തിലൂടെ മാത്രമേ നമുക്ക് ശാശ്വതമായ സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. സമാധാനം മാത്രമാണ് പുരോഗതിക്ക് വേണ്ടത്. ഈ പുരോഗതിയെ തടസ്സം ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നതാണ് വളരെ ബോധപൂർവം ഈ മതസ്പർദ്ധ എന്ന് കണ്ടുകൊണ്ട് തീർച്ചയായും ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ മേഖലയുടെ സമാധാന ഐക്യം നിലനിർത്തണമെന്ന സാമൂഹ്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു തത്വാധിഷ്ഠിതമായ സമീപനത്തിന്റെ വെളിച്ചത്തിൽ നദ്വത്തുൽ മുജാഹിദ് മൂവ്മെന്റ് പ്രസ്ഥാനം ഇത്തരമൊരു സമീപനം കൈക്കൊണ്ടതിൽ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഈ സംഗമത്തിൽ പങ്കാളികളായ മുഴുവൻ പേരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യുകയും പോവാനുള്ള ഒരു അനുമതി കൂടി ഞാൻ ബഹുമാന്യരായ നേതാക്കന്മാരോടും മുമ്പിലിരിക്കുന്ന നിങ്ങളോടും ചോദിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകും എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സന്തോഷപൂർവ്വം ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തായി ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ നാദാപുരം SA നോബൽ സാർ അവർകളാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ CB കുഞ്ഞമ്മദ് ഇപ്പോൾ ഉദ്ഘാടനം നടത്തി നമ്മളിൽ നിന്നും അനുവാദം വാങ്ങിപ്പോയ ബഹുമാനപ്പെട്ട നാദാപുരം MLA ശ്രീ EK വിജയൻ, സ്വാഗതം ആശംസിച്ച ശ്രീ വടക്കേൽ മുഹമ്മദ്, ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മുഖ്യപ്രഭാഷകനായ ശ്രീ അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്താർ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്കറിയാം കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരു വർഗീയ സംഘർഷം നിലനിൽക്കുന്ന അല്ലെങ്കിൽ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാകുന്ന ഒരു ഏക സ്ഥലം നാദാപുരം മാത്രമാണ്. കണ്ണൂർ ജില്ലയിലും വളരെയേറെ കൊലപാതകങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിട്ടാണ്. പക്ഷേ നമ്മുടെ മതത്തിൽപ്പെട്ട ഒരാളെ വേറെ ആരെങ്കിലും ഈ സമീപം ഒരു 20 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ആക്രമിച്ചാൽ അതേ ആ ജാതിയിൽപ്പെട്ട ഒരാൾ വരുമ്പോൾ ആരായാലും അവനെ പിടിച്ച് തക്കുന്ന, അവന്റെ വാഹനം തല്ലിപ്പൊളിക്കുന്ന ഒരു സ്വഭാവം നിലനിൽക്കുന്ന കേരളത്തിലെ ഏക സ്ഥലം ഇപ്പൊ നമ്മുടെ നാടാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഇതുപോലെ ഇത്തരം
പ്രോഗ്രാം നടത്തേണ്ടത് വളരെയേറെ അത്യാവശ്യമുള്ളതാണ്. ഇത് നടത്തിയവരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഒരു മതവും ലോകത്ത് വളരെയേറെ നൂറുകണക്കിന് മതങ്ങളുണ്ട്. ഒരു മതവും നിന്റെ അയൽക്കാരനെയോ സഹജീവികളെയോ മൃഗങ്ങളെ പോലെയോ ഉപദ്രവിക്കണമെന്ന് പറയുന്നില്ല. ക്രിസ്തുമതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നിന്റെ ശത്രുവിനോട് നന്മ ചെയ്യുക, അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് ക്രിസ്തു പറഞ്ഞത്. മുഹമ്മദ് നബി പറഞ്ഞു നമുക്കറിയാം. അദ്ദേഹം റംസാൻ കാലത്ത് അദ്ദേഹത്തിന്റെ നോമ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ സുഭിക്ഷമായി ഭക്ഷിക്കുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിന്റെ അയൽക്കാരൻ എന്നാണ് പറഞ്ഞത്, അല്ലാതെ നിന്റെ മതത്തിൽപ്പെട്ടവനെന്നല്ല. അതുപോലെ ഹിന്ദുമതം നമുക്കറിയാം. ഹിന്ദുമതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ ഫലം ഇച്ഛിക്കാതെ നിന്റെ കർമ്മം ചെയ്യുക. കർമ്മം എന്ന് പറഞ്ഞാൽ സഹജീവികളെ സ്നേഹിക്കുക, അവർക്ക് ഉപകാരം ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? നമുക്കറിയാം, എല്ലാ മതത്തിന്റെയും ഇത്രയേറെ നന്മകൾ മാത്രം പ്രബോധിപ്പിക്കുന്ന എല്ലാ മതത്തിലും പെട്ടവർ പലരും ഉള്ളിൽ ചെയ്തു വരുമ്പോൾ വളരെയേറെ ദ്രോഹങ്ങൾ, അതായത് മാനവ കുലത്തിന് തന്നെ വളരെയേറെ ദ്രോഹങ്ങൾ ചെയ്യുന്നുണ്ട്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. എങ്കിലും വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു മതമാണ്, നമുക്ക് പറയാതെ വയ്യ. കാരണം ഇസ്ലാമിക ഭീകരത എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങൾ. ഒരിക്കലും അങ്ങനെയല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനമാണ്. പക്ഷെ എങ്കിലും നമുക്കറിയാം, ഈ മതത്തിന്റെ പേരിൽ കുറെ പേര് ഭീകരത വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുമതം, എല്ലാ ഭാരതീയരും പണ്ട് ഹിന്ദുക്കളായിരുന്നു. പുറത്തു നിന്ന് ഇസ്ലാം മതത്തെയും ക്രിസ്ത്യൻ മതത്തെയും എല്ലാം രണ്ട് കൈ നീട്ടി സ്വീകരിച്ചവരാണ് ഈ ഭാരതീയർ. അപ്പൊ ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും എല്ലാം ഇവിടെ പണ്ടുണ്ടായിരുന്ന ഹിന്ദുക്കളുടെ പിന്മുറക്കാരാണ്. അവർ മതം മാറുകയാണ് ചെയ്തത്. എന്നിട്ട് പോലും ഇപ്പോൾ ഹിന്ദുമതത്തിന്റെ പേരിൽ നമുക്കറിയാം, ഈ ശ്രീ പ്രജ്ഞാ സിംഗ് ഠാക്കൂർ അതുപോലുള്ള സന്യാസിമാരെയൊക്കെ പേരിൽ അവർ ഭീകരപ്രവർത്തനം നടത്തുന്നു. സ്വന്തമായി ബോംബ് കൊണ്ടുവച്ച് നിരപരാധികളെ വരെ കൊന്നൊടുക്കിയ ചരിത്രം നമുക്കറിയാം. അതുപോലെ യഹൂദമതവും എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക എന്ന് തന്നെയാണ് പഠിപ്പിച്ചത്. ഏറ്റവും പുരാതനമായ ഒരു മതമാണ് പക്ഷേ അവരെന്താണ് ചെയ്യുന്നത്? എന്തോ ഒരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അവിടുത്തെ ആദിമ നിവാസികളെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്ത് നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പൊ നമുക്കറിയാം, പോളണ്ടിലുണ്ടായ അവസാനമുണ്ടായ കലാപം. പണ്ട് നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ക്രിസ്തുമതത്തിൽപ്പെട്ടവരാണ് പണ്ട് വളരെ കുരിശുയുദ്ധങ്ങൾ നടത്തിയതും ലക്ഷക്കണക്കിന് പേരെ കൊന്നൊടുക്കിയതും. ഇപ്പൊ നമുക്കറിയാം, പോളണ്ടില് അടുത്ത കാലത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായി. അതെന്താണ്? ക്രിസ്ത്യൻ ഭീകരാക്രമണം എന്നാണ് പറയുന്നത്. അതുപോലെ നവനാസി ആക്രമണങ്ങൾ. നമുക്കറിയാം, ബുദ്ധമതം എന്ന് പറഞ്ഞാല് ശ്രീബുദ്ധൻ എന്നാണ് പറഞ്ഞത്, ക്രോധമാണ് എല്ലാ ദുഃഖത്തിന്റെയും അല്ലെങ്കിൽ നിന്റെ എല്ലാ നിരാശയുടെയും അടിസ്ഥാനം എന്നാണ് പറഞ്ഞത്. അപ്പൊ ക്രോധത്തെ ജയിക്കുന്നവൻ ലോകം ജയിച്ചു എന്ന് പറഞ്ഞതാണ് ശ്രീബുദ്ധൻ. എല്ലാ ജീവികളും ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച ശ്രീബുദ്ധന്റെ ആൾക്കാർക്ക് പോലും ഒടുവിൽ നമുക്കറിയാം, ചൈനയിലെ സ്വന്തം ക്ഷേത്രങ്ങളിലെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി, ഷാവുലിൻ ടെമ്പിളിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് ആയുധ പരിശീലനവും കായിക പരിശീലനവും പഠിക്കേണ്ടിയും വന്നു. യുദ്ധങ്ങൾ നടത്തി വളരെയേറെ പേരെ കൊന്നുകൊടുക്കേണ്ടിയും വന്നു. അപ്പൊ എല്ലാ മതങ്ങളും, ലോകത്തുള്ള എല്ലാ മതങ്ങളും നന്മ മാത്രം ചെയ്യാൻ പറയുമ്പോൾ, സഹജീവികളോട് സ്നേഹത്തോടെ മാത്രം പെരുമാറുവാൻ പഠിപ്പിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് അതിൽ പെട്ടവർ, ആ മതത്തിൽ പെട്ടവർ എന്ന് പറയപ്പെടുന്നവർ ഇങ്ങനെ മറ്റു മതത്തിൽപ്പെട്ടവരെ കയ്യേറ്റം ചെയ്യാനും ഈ നാട്ടിൽ ആധിപത്യം ഉറപ്പിക്കാനും ലോകത്ത് അവർക്ക് ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു പഠന വിഷയമാക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മളെ പോലെ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. അതിനുവേണ്ടിയാണ് ഇതുപോലെ വളരെ പ്രഭാഷകന്മാരായിട്ടുള്ള വളരെ അറിവുള്ള ആൾക്കാരെ നമ്മൾ വിളിച്ചു വരുത്തി അവരുടെ പ്രഭാഷണമേറ്റ ഈ നാടിനെ ബോധവൽക്കരിക്കേണ്ടത്. അപ്പൊ ഇങ്ങനൊരു ഇവിടെ ദൈവിക ബോധനം മാനവ സമാധാനത്തിന് എന്ന ആഹ്വാനം ഉയർത്തി ഈ യോഗം സംഘടിപ്പിച്ച KNMന്റെ നാദാപുരം യൂണിറ്റ് എല്ലാ രീതിയിലും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ഗംഗാധര മാഷെ ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ, KNM നാദാപുരം മേഖല സംഘടിപ്പിച്ചിട്ടുള്ള സ്നേഹസംഗമത്തില് ഇവിടെ ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ബഹുമാന്യനായ MLA ശ്രീ EK വിജയൻ സർ, നാദാപുരം സബ് ഇൻസ്പെക്ടർ, മറ്റ് പ്രഭാഷകരായിട്ടുള്ള അഹമ്മദ് പുന്നക്കൽ, VP കുഞ്ഞികൃഷ്ണൻ, ആവലം രാധാകൃഷ്ണൻ, ബംഗളത്ത് മുഹമ്മദ്, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഏതാനും നിമിഷത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഉത്ബുദ്ധരായ നാട്ടുകാർ,
ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ദൈവിക ബോധനം മാനവ സമാധാനത്തിന് എന്ന മുദ്രാവാക്യത്തോടുകൂടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമ്മേളനത്തിന് ആദ്യമായിട്ട് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രത്യേകിച്ച് നാദാപുരം മേഖലയിൽ, നാദാപുരം എന്ന് പറയുമ്പോൾ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ സംഘർഷം കൊണ്ടും സംഘടനകൾ കൊണ്ടും മതസ്പർദ്ധ കൊണ്ടും പേര് കേട്ടിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു പ്രദേശമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു നാദാപുരം എന്ന് കുറച്ചു കാലത്തുകൊണ്ട്. ഇതെന്തുകൊണ്ട് ഈ രീതിയിൽ വരുന്നു? യഥാർത്ഥത്തിൽ നമ്മൾ അതിന്റെ കാരണങ്ങൾ ശരിക്കറിയേണ്ടതല്ലേ? കാരണങ്ങൾ എന്തുമാകട്ടെ, നമുക്കതിനൊരു പരിഹാരം കാണാമെന്ന് പറയുമ്പോൾ ശരിക്ക് അതിന് കതിരില് വളം വെക്കുന്നതായിരിക്കില്ലേ എന്നൊരു സംശയം എനിക്ക് തോന്നുകയാണ്. ഏത് സംഗതിയുടെയും യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട ചികിത്സകൾ കൊടുക്കുന്ന അവസരത്തിൽ ആ രോഗം മുഴുവനായിട്ട് മാറിക്കിട്ടും. അല്ലാതെ തൽക്കാലം നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ ആ രോഗം തൽക്കാലം മാറും, പിന്നീട് അത് കൂടുതൽ ശക്തിയോടുകൂടി വീണ്ടും വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഒരു പ്രകൃതിയിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് നാദാപുരം ഏരിയയിൽ ഇങ്ങനെ ഒരു മനോഭാവം ജനങ്ങളിൽ വരുന്നു എന്ന് ഒരു ശരിയായ പഠനം നടത്താൻ നാം തയ്യാറാവേണ്ടത് കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തോന്നുകയാണ്. മതങ്ങളെപ്പറ്റി പറയുമ്പോൾ ഒരു മതവും നമ്മള് ദുർമാർഗികളാവണം അല്ലെങ്കിൽ അന്യനെ ദ്രോഹിക്കണം എന്ന് എവിടെയും പറയുന്നില്ല. എല്ലാ മത ആചാര്യന്മാരും മതപ്രവാചകന്മാരും ലോക നന്മക്ക് വേണ്ടിയാണ് നിലകൊണ്ടിട്ടുള്ളത്. അവരുടെ മതത്തിന്റെ മാത്രമല്ല, ലോക നന്മക്ക് വേണ്ടിയാണ് നിലകൊണ്ടിട്ടുള്ളത്. അവരാരും തന്റെ മതത്തിന് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മള് പ്രവർത്തിക്കണം, അതിന്റെ നന്മക്ക് വേണ്ടി മാത്രം നമ്മള് പ്രചരണം നടത്തണം എന്ന് പറഞ്ഞിട്ടില്ല. ലോക നന്മക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ മുഴുവൻ ചരാചരങ്ങൾക്കും, മനുഷ്യർക്ക് മാത്രമല്ല ചരാചരങ്ങൾക്കും സുഖമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, സ്നേഹം പകരട്ടെ എന്നാണ് എല്ലാ മതാചാര്യന്മാരും മതപ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളത്. പിന്നീട് എങ്ങനെ മാറ്റം വരുന്നു? അത് വിശകലനം ചെയ്യുമ്പോഴാണ് അതില് ചില നീക്കുപോക്കുകൾ വരുന്നത്. യഥാർത്ഥത്തിൽ വിശകലനം ചെയ്യുന്നവരാണ് ഇതില് ഈ മാറ്റം വരുത്തുന്നതും അത് പല വഴികളിലേക്കും മാറിപ്പോകുന്നത് എന്നുള്ളതും പല ഇതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നല്ല വിശകലനം ഉണ്ടാവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതില് എല്ലാ ആൾക്കാരും, മതത്തിന്റെ ആൾക്കാർ മാത്രമല്ല, നമ്മുടെ ഭരിക്കുന്നവരും മുഴുവൻ മതങ്ങൾക്കും മത പ്രവർത്തകന്മാർക്കും മുഴുവൻ ജനങ്ങൾക്കും ഗുണം കിട്ടത്തക്ക രീതിയിലുള്ള നിയമങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും വരുന്ന അവസരത്തിൽ മാത്രമേ മൊത്തം ജനങ്ങളിലുള്ള ഈ അസഹിഷ്ണുത മാറുകയുള്ളൂ. അസഹിഷ്ണുത വർദ്ധിക്കുന്നതോടുകൂടിയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് വിപുലീകരിക്കുക, അത് ഇരട്ടിപ്പിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുന്ന അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നാദാപുരം ഏരിയയില് നമുക്ക് ആ കാര്യങ്ങള്, നാദാപുരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉടനെ തന്നെ ഇരുന്ന് പരിഹരിക്കാനുള്ള, പരിഹാരം കാണാനുള്ള ഒരു ചങ്കൂറ്റത്തോടുകൂടി എല്ലാ ജനങ്ങളും അതുപോലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും മുന്നോട്ട് വരികയും അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്.
ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി മുഴുവൻ ആൾക്കാരും ഉടനെ തന്നെ ഇരുന്ന് ആലോചിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും അത് നാദാപുരത്തിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റു പല സ്ഥലങ്ങളിലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി സമാധാന യോഗങ്ങൾ വിളിച്ചാലൊന്നും എല്ലാവരും പങ്കെടുത്തു വരില്ല, വിളിക്കാനും സാധിച്ചു വരുന്നില്ല. ഉടനെ തന്നെ സ്പോട്ടിലെത്താനും അതുപോലെ അതിനൊരു പരിഹാരത്തിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കാനും അത് സാധിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നാദാപുരം. ഒരു ദോഷമുണ്ടെങ്കിൽ അതിനൊരു ഗുണവശവുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പരിഹരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്, അതിനു വേണ്ടിയിട്ടുള്ള ചിന്തകളാണ് നമ്മളിൽ വേണ്ടത്, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിൽ വേണ്ടത്. അതിന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ അതിനെപ്പറ്റി ഒരു കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതിന് ശ്രമിച്ചിട്ടുള്ള KNM-നെ അങ്ങേയറ്റം ആശംസിക്കുന്നു. ഈ പരിപാടിയോടുകൂടി തന്നെ അവസാനിപ്പിക്കാതെ എല്ലാവരും ചേർന്നുകൊണ്ട് നമുക്ക് ശാശ്വതമായ പരിഹാരം കിട്ടാനുള്ള ഒരു ശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. സ്നേഹമുള്ളിടത്ത് മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. സ്നേഹവും സമാധാനവും പൂരകങ്ങളാണ്. അതുകൊണ്ട് സ്നേഹസംഗമം അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. നാദാപുരത്തിന്റെ സമാധാനത്തിന് വേണ്ടി നാദാപുരത്തിന്റെ മക്കളായി നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. അടുത്തായി ആശംസ അർപ്പിക്കുന്നത് ആവോലം രാധാകൃഷ്ണൻ. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്ന് കുമ്മങ്കോട് ദൈവിക ബോധനം മാനവ സമാധാനത്തിന് KNM നാദാപുരം നമ്മുടെ നാട്ടിൽ കുറച്ചു കാലമായി കൈമോശം വന്നുപോയ മതേതരത്വ സംസ്കാരത്തെ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി KNM നാദാപുരം സംഘടിപ്പിച്ച ദൈവിക ബോധനം മാനവ സമാധാനത്തിന് എന്ന മഹത്തായ സന്ദേശം ഈ നാട്ടിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തുന്നതായിരിക്കും. ആ സമയത്തിനിടയിൽ ചെറിയ ചില വാക്കുകൾ മാത്രം നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളിൽ അർപ്പിതമായിട്ടുള്ളത്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തുള്ള ഒരു രാഷ്ട്രത്തിനും ലഭിക്കാത്ത വിധത്തിലുള്ള ഒരു പൈതൃകം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. നാനാർത്ഥിത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന അതിമഹത്തായ സംസ്കാരം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായ കേരളത്തിലെ നാദാപുരം എന്ന മണ്ണ് ഇന്ന് ഇന്ത്യയിലും നമ്മുടെ സംസ്ഥാനത്തിലുള്ള ജനങ്ങൾ ഒരു ഭയത്തോടുകൂടി വീക്ഷിക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. അത് പാടില്ല എന്നുള്ള ഉത്തമ വിശ്വാസം നമ്മളിൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ അവിടങ്ങളിലും ഇവിടങ്ങളിലുമായി ഏതോ ശിഥിലീകരണ ഛിദ്രശക്തികളുടെ പ്രേരണയും പ്രവർത്തനത്തിന്റെയും ഭാഗമായി നമ്മുടെ നാട് ഇന്ന് വർഗീയത്തിന്റെ വിഷവിത്ത് പാകിയ ഒരു നാടായി മാറിയിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നു. അത് പാടില്ല. കാരണം നമ്മുടെ രാജ്യത്ത് 100 കോടിയിൽ പരം ജനങ്ങളുണ്ട്.
പ്രധാനപ്പെട്ട 14 ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, പാർസിയുണ്ട്, ബൗദ്ധനുണ്ട്, ക്രിസ്ത്യനുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന അതിമഹത്തായ ജനാധിപത്യ മതേതരത്വ പാരമ്പര്യമുള്ള ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ മാത്രമേ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതിൽ വ്യത്യസ്തമാകുവാനുള്ള അധികാരം നമ്മുടെ നാദാപുരത്തിനില്ല. എന്റെ മുൻ പ്രാസംഗികന്മാർ ഇവിടെ പറയുകയുണ്ടായി, ഒരു മതവും മറ്റൊരു മതത്തെ കീഴടക്കുവാനോ വേദനിപ്പിക്കുവാനോ ആഹ്വാനം ചെയ്തിട്ടില്ല. ഭഗവത്ഗീതയായാലും ഖുറാനായാലും ബൈബിളായാലും അതിന്റെ സന്ദേശം ഒരേ തരത്തിലുള്ളതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് പൂർണ്ണമായും സമാധാനം നിലനിൽക്കുന്നുണ്ട്. ആ സമാധാനം കൈവിട്ടു പോകാതിരിക്കാനാണ് KNM നാദാപുരം ഈ മേഖലയിൽ ഇങ്ങനെയൊരു സന്ദേശം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുത്തു. ഈ KNM നാദാപുരം മേഖലയുടെ സംഘാടകന്മാർക്ക് എല്ലാവിധത്തിലെ അനുമോദനങ്ങളും നേർന്നുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തായി സ്നേഹസംഗമത്തിന് ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ VP കുഞ്ഞകൃഷ്ണൻ അവരാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ഈ വേദിയിലിരിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, KNM ഇതുപോലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ വർത്തമാന കാലത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ സ്പർദ്ധ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഈ സ്നേഹസംഗമം എന്തുകൊണ്ടും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഒരു മതത്തെയും സംബന്ധിച്ച് ഒരു മതത്തെ പറ്റിയും ആധികാരികമായി സംസാരിക്കുവാൻ ഉള്ള വിവരമില്ല. ഞാനൊരു മതത്തിൻ്റെയും സന്ദേശങ്ങളിൽ ആഴത്തിൽ പഠിച്ചിട്ടില്ല. അതെല്ലാം മതപണ്ഡിതന്മാരാണ് ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ മാത്രമാണ്. കാനേശ് മാതിരി കണക്കനുസരിച്ചാണെങ്കിൽ, നമ്മുടെ തഹസിൽദാരുടെ കണക്കനുസരിച്ചാണെങ്കിൽ, അതിന്റെ റെക്കോർഡിൽ ഞാനൊരു ഹിന്ദുവാണ്. പക്ഷെ എനിക്ക് ഹിന്ദു വികാരമില്ല. മറ്റേതെങ്കിലും ഒരു മതം നശിക്കണമെന്നോ ദുർബലപ്പെടണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കുട്ടിക്കാലത്തൊരിക്കൽ എൻ്റെ അമ്മ എന്നോട് അമ്പലത്തിൽ പോകുന്നതിന് വേണ്ടി ഉപദേശിച്ചു. എൻ്റെ അടുത്ത് തന്നെ ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. പക്ഷെ ഞാൻ അമ്പലത്തിൽ പോവാറില്ല. ഞാനതൊരു ഗൗരവത്തിൽ എടുത്തിരുന്നു. അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ അമ്പലത്തിൽ പോവാതെ നടക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അമ്പലത്തിൽ പോകണം, പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും എന്നൊരിക്കൽ എന്നോട് എൻ്റെ അമ്മ പറയുണ്ടായി. വാസ്തവത്തിൽ എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി. അമ്മ പറയും പോലെ വല്ല ദൈവകോപം ഉണ്ടാവും എന്ന് ഞാൻ ഭയപ്പെട്ടു. അന്ന് രാത്രി ഉറക്കിൽ ഞാനൊരു സ്വപ്നം കണ്ടു.
ആ സ്വപ്നം ഇതാണ്. സ്വർഗത്തിൽ നിന്നും 2 മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വീണു. ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? അവർ പറഞ്ഞു, ഞങ്ങൾ ദൈവസന്നിധാനത്തിൽ നിന്നും വരുന്ന 2 മാലാഖമാർ. ദൈവം ഞങ്ങളെ ഭൂമിയിലേക്ക് അയച്ചതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അവരുടെ കയ്യിലൊരു ചോക്കുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്ന ചില വ്യക്തികളുടെ പേര് ഇവിടെ ബോർഡിൽ എഴുതി വെക്കാൻ ദൈവം ഞങ്ങളോട് കൽപ്പിച്ചതിനനുസരിച്ചാണ് ഞങ്ങൾ വരുന്നത് എന്ന് അവരെന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എൻ്റെ പേരുണ്ടോ? അപ്പോൾ ഈ മാലാഖമാർ പറഞ്ഞു, നിങ്ങളെ പേരില്ല. നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചിരുന്നില്ല. നിങ്ങൾ അമ്പലത്തിൽ പോയി പൂജാതി കർമ്മങ്ങളിലൊന്നും തന്നെ പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പേരെഴുതാൻ ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടില്ല എന്നോട് പറഞ്ഞു. ഞാൻ വീണ്ടും ഭയപ്പെട്ടു. പിറ്റേ ദിവസവും ഇതേ സ്വപ്നം ഞാൻ കണ്ടു. മാലാഖമാർ വീണ്ടും ഭൂമിയിലേക്ക് വരുന്നു. ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾ എന്തിനാണ് ഇന്ന് വന്നത്? അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം സ്നേഹിക്കുന്ന ചില വ്യക്തികളുടെ പേരെഴുതാനാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ ചോദിച്ചു, എൻ്റെ പേരുണ്ടോ? നിങ്ങളതാണ് ഒന്നാമത്തെ പേര് എന്ന് അവരെന്നോട് പറഞ്ഞു. ഇതോടുകൂടിയാണ് വാസ്തവത്തിൽ എൻ്റെ ദുഃഖം അവസാനിച്ചത്. ഞാൻ പിന്നീട് ഭയപ്പെട്ടു. കാരണം ദൈവത്തിന് നിരക്കാത്തതൊന്നും തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നില്ല എന്ന പ്രമാണമാണ് എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ 2 കണ്ണുകളും ദാനം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ആരും സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല. എൻ്റെ മരണശേഷം എൻ്റെ ഈ 2 കണ്ണുകളും 2 മനുഷ്യർക്ക് കാഴ്ച നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചു. എൻ്റെ ഒരു കണ്ണ് ഒരു ഇസ്ലാമിനും ഒരു കണ്ണ് ഒരു ക്രിസ്ത്യാനിക്കും കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിലും അത് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഒരു ദിവസം ഞാൻ പത്രം വായിച്ചപ്പോൾ ആ പത്രത്തിൽ ഒരു വാർത്ത ഞാൻ വായിച്ചു. ഒരു മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ഒരു ബോഡി കടത്തിക്കൊണ്ടുപോകുന്ന വാർത്തയാണ് ഞാൻ വായിച്ചത്. അങ്ങനെ കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു കാരണം, മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ശവശരീരം കിട്ടുന്നില്ല. ഞാൻ ചിന്തിച്ചു, വാസ്തവത്തിൽ എനിക്കെന്തിനാണ് മരണശേഷം ഒരു ശരീരം എന്ന് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു, എൻ്റെ ശരീരം മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുത്താൽ എന്താണ് എന്നൊരു ചിന്ത എന്നിലുണ്ടായി. എനിക്ക് തോന്നി, എൻ്റെ കൂടെ ഒരു 10 ആളുകൾ കൂടി ഉണ്ടാകുന്നത് നല്ലതാണെന്ന് തോന്നി. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടെല്ലാം തന്നെ ചോദിച്ചു, ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങളും എന്നോടൊപ്പം ചേരുന്നു എന്ന് ചോദിച്ചപ്പോൾ പലരും അതിൽ നിന്നും പിന്മാറി. ഒരാൾ പറഞ്ഞു, എനിക്ക് സമ്മതമാണ്, പക്ഷെ എൻ്റെ ഭാര്യ സമ്മതിക്കുന്നില്ല. പക്ഷെ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സഹായത്തോടു കൂടി മുദ്രക്കടലാസിൽ ഒപ്പുവെച്ച് മെഡിക്കൽ കോളേജിന് കൊടുത്തിരിക്കുന്നു. ഈ സമൂഹത്തിന് വേണ്ടി ഇതിലും വലിയ സേവനം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി. ഞാനിപ്പോഴും മതത്തിനതീതമായി ജാതിക്കതീതമായി മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുവിന്റെ സാമൂഹ്യ പരിഷ്കർത്താവിന്റെ വാക്കുകൾ എനിക്ക് വളരെയധികം പ്രചോദനമുണ്ടാക്കി. മനുഷ്യനാണ് ഞാൻ സ്നേഹിക്കുന്നത്.
ഒരു മതവും നശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മതവിശ്വാസികൾ അവരുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ സ്നേഹിക്കണമെന്നാണ് ഞാൻ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നത്. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടറും ഇവിടെ സംസാരിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളും എല്ലാ മതങ്ങളും മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഹിന്ദുമതം ലോക സമസ്തോ സുഖനോ ഭവന്തു എന്നാണ് പറഞ്ഞത്. ലോകത്തിലുള്ള എല്ലാ ജനവിഭാഗത്തിനും സുഖം വരട്ടെ എന്നാണ് ഹിന്ദുമതം അനുശാസിക്കുന്നത്. എല്ലാ മതങ്ങളും ആ രൂപത്തിൽ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്, സമൂഹത്തെ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് മുമ്പേ നടന്നു പോയിട്ടുള്ള ആളുകൾ മതസൗഹാർദ്ദം എന്താണ്, മനുഷ്യർ തമ്മിലുള്ള സ്നേഹം എന്താണ് എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു മുസ്ലിം, ഒരു ഹിന്ദു, ഒരു പോക്കർ, ഒരു ശങ്കരൻ, ഇവരെ രണ്ടുപേരും ആട്ടിനെ കച്ചവടമാക്കി ലാഭത്തിന് വിറ്റ് ജീവിക്കുന്നവരാണ്. ഒരാളുടെ കയ്യിൽ ആട്ടിനെ കെട്ടിയിട്ടുള്ള കയറുണ്ട്. നടന്നു പോകുന്ന അവസരത്തിൽ ഒരു പള്ളിക്ക് സമീപമെത്തി. മുസ്ലിമായ സുഹൃത്ത് പറഞ്ഞു, ശങ്കര, ആട്ടിന്റെ കയറ് നീ പിടിക്ക്, ഞാൻ പള്ളിക്കാരി നിസ്കരിച്ചിട്ട് വരാം. ശങ്കരൻ ആ ആട്ടുകുട്ടിയെ കൊണ്ട് പള്ളിക്ക് മുമ്പിൽ നിന്നു. ഈ സുഹൃത്ത് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വന്ന് ശങ്കരന്റെ കയ്യിലുള്ള കയർ വാങ്ങി രണ്ടുപേരും ആട്ടിൻകുട്ടിയും തെളിച്ച് പോകുന്ന വഴിക്ക് ഒരു അമ്പലത്തിനടുത്തെത്തി. ശങ്കരൻ പറഞ്ഞു, ഞാനൊന്ന് അമ്പലത്തിൽ കയറി വേഗം വരാം, നിങ്ങൾ ഇതിന്റെ കയറ് പിടിക്കണം. അദ്ദേഹം അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു. എന്തൊരു സ്നേഹം, എന്തൊരു സൗഹാർദ്ദം, അപാരമായ സ്നേഹം ഇവിടെ നമുക്ക് ദർശിക്കുന്നതിന് വേണ്ടി സാധിക്കും. നമ്മുടെ ഗ്രാമപ്രദേശം എന്ന് പറയുന്നത് ഒരു കാലത്ത് മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായില്ല. ഒരു 100 ഹിന്ദുക്കളുടെ വീട്ടിന്റെ നടുക്ക് 10 മുസ്ലിമുകളുടെ വീടുകളും, 100 മുസ്ലിമുകളുടെ വീട്ടിന്റെ നടുക്ക് 10 ഹിന്ദുക്കളുടെ വീടും നമുക്ക് കാണുന്നതിന് വേണ്ടി സാധിക്കും. പാത്തുവിന്റെ അടുക്കളയിൽ ഉപ്പ് തീർന്നു പോയാൽ തൊട്ടടുത്ത വീട്ടിലെ ജാനുവിന്റെ അടുക്കളയിൽ പോയി ചോദിക്കാതെ ഉപ്പ് വാരിക്കൊണ്ടുപോയി. ജാനുവിന്റെ അടുക്കളയിൽ മുളക് തീർന്നു പോയാൽ അടുത്ത വീട്ടിലെ പാത്തുവിന്റെ അടുക്കളയിൽ പോയി ചോദിക്കാതെ അധികാരത്തോടുകൂടി മുളകെടുത്തു കൊണ്ടുവരുന്ന ഏറ്റവും സുന്ദരമായ മതസൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ ഉറവിടമായിരുന്നു നമ്മുടെ ഗ്രാമപ്രദേശം. നമ്മുടെ ഗ്രാമപ്രദേശത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇന്ന് ഇത് തകർന്നു പോകുന്നത് മനുഷ്യനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ വല്ലാത്ത വിള്ളലുണ്ടാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കുമാരനാശാൻ പാടിയതുപോലെ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമേകും. പരസ്പരം നാം സ്നേഹിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം തന്നെ പരസ്പര സ്നേഹത്തോടുകൂടി മംഗലപ്പുരയിലും കല്യാണ വീട്ടിലും ഒന്നിച്ചു പോവുകയും ആഹാരം കഴിക്കുകയും പരസ്പരം സഹായിക്കുകയും ആശുപത്രിയിൽ പോവുകയും എല്ലാം ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ സമൂഹത്തിൽ വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായും ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യേണ്ടി വന്നാലും ശരി, ഈ സമൂഹത്തിൽ മതസൗഹാർദ്ദത്തിനും സ്നേഹത്തിനും വേണ്ടി, സമാധാനത്തിനു വേണ്ടി എന്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നാലും ഞാൻ അതിനുവേണ്ടി തയ്യാറാവുമെന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ സദസ്സിന് ഉറപ്പു നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അഹമ്മദ് പുന്നക്കൽ. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ അധ്യക്ഷൻ ജനാബ് CV കുഞ്ഞമ്മദ്, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നാദാപുരത്തിൻ്റെ സമകാലിക സാഹചര്യത്തെ അടിവരയിട്ടുകൊണ്ട് ദൈവിക ബോധനം മനുഷ്യ അല്ലെങ്കിൽ മാനവ സമാധാനത്തിന് വേണ്ടി എന്നുള്ള ഇസ്ലാമിന്റെ പ്രഖ്യാപിത മുദ്രാവാക്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊരു ഗംഭീരമായ പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. KNM-ന്റെ സാരഥികളെയും പ്രവർത്തകന്മാരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ദീർഘമായ ആശംസാ പ്രസംഗം ഈ വേദിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്നെനിക്കറിയാം. ഈ വേദിയും സദസ്സും വളരെയേറെ വാചാലമാണ് എന്നതാണ് പ്രസംഗങ്ങൾക്കപ്പുറം ഈ പരിപാടി നൽകുന്ന സന്ദേശം. ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാ പാർട്ടിയുടെയും നേതാക്കന്മാരുണ്ട്. പ്രസംഗം കേൾക്കാൻ ഏറെക്കുറെ എല്ലാ വിഭാഗങ്ങളും സന്നിഹിതമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില പരിപാടികളുടെയും കൂട്ടായ്മകളുടെയും അഭാവം നാദാപുരത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തെ വികലമാക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സദസ്സും വേദിയും ഒരു മഹത്തായ സന്ദേശമായി ഞാൻ കാണുകയാണ്. ഇവിടെ പലരും പരാമർശിച്ചതുപോലെ കൃത്യമായ ഒരു വർഗീയ മത സംഘടനകൾ നാദാപുരം മേഖലയിൽ നടന്നിട്ടില്ല, നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നടക്കുന്നത് രാഷ്ട്രീയ സംഘടനകൾ തന്നെ. രാഷ്ട്രീയ സംഘടനകൾ ചില സന്ദർഭങ്ങളിൽ വർഗീയ സ്വഭാവം കൈവരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ സ്ഥിതിവിശേഷമാണ് നമ്മൾ ഗാഢമായി ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓരോ രാഷ്ട്രീയ പാർട്ടി, എന്റെ പാർട്ടി അടക്കം, ഈ വിഷയത്തിൽ ആത്മവിശകലനം നടത്തിക്കൊണ്ട് രാഷ്ട്രീയ സംഘടനകളും സംഘർഷങ്ങളും ഏത് അഭിശബ്ദ മുഹൂർത്തത്തിലാണോ വർഗീയ സ്വഭാവം കൈവരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി അന്വേഷണം നടത്തിക്കൊണ്ട് സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകന്മാരെയും അനുഭാവികളെയും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നിതാന്തമായ ശ്രമങ്ങൾ ആരംഭിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ. മതങ്ങളോ മതസിദ്ധാന്തങ്ങൾക്കോ വേണ്ടി ഒരു സംഘടനവും നമ്മുടെ മേഖലയിൽ നടന്നില്ല.
ഇതം പര്യന്തമുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മതപ്രബോധത്തിന് വേണ്ടിയോ മത താല്പര്യത്തിന് വേണ്ടിയോ ഒരു സംഘടനവും ഒരു കുഴപ്പവും നമ്മുടെ മേഖലയിൽ നടന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നിലവിലുള്ള സംഘർഷാവസ്ഥയുടെ പിതൃത്വവും ഉത്തരവാദിത്വവും മതങ്ങൾ കേൾപ്പിച്ചു കൊടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ മേഖലയിലെ സമാധാനത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾക്ക് വിഘ്നം വരുത്തും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുണ്ട്, വളരെ ഗൗരവമേറിയ ഒരു സംഘടനയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒരു പൊതുസമ്മേളനത്തിനപ്പുറം നാദാപുരത്തിനെ സംബന്ധിച്ച്, നാദാപുരത്തിന്റെ വേദനയെ സംബന്ധിച്ച്, ദുഃഖത്തെ സംബന്ധിച്ച്, ഗദ്ഗതത്തെ സംബന്ധിച്ച് വളരെയേറെ കാര്യ ഗൗരവമുള്ള ചർച്ചകളും അഭിപ്രായ സമന്വയങ്ങളും നടത്താനുള്ള നേതൃപരമായ പങ്കുവഹിക്കാൻ തീർച്ചയായും KNM-ന് അർഹതയുണ്ട്. ആ പ്രസ്ഥാനം മുന്നോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ പറയാറുള്ളത് പോലെ നമ്മുടെ ചെറുപ്പക്കാർ പോലീസ് സ്റ്റേഷനിലാണുള്ളത്, നമ്മുടെ സഹോദരന്മാർ ആസ്പത്രികളിലാണുള്ളത്, നമ്മുടെ കുറെ ആളുകൾ ജയിലിലാണുള്ളത്. ലോകത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ മാത്രമല്ല, അതിവിചിത്രമായിട്ടുള്ള, അതിഭീമസമായിട്ടുള്ള നമ്മുടെ നിലവിലുള്ള സാഹചര്യം മനുഷ്യത്വത്തിന്, മാനവികതയ്ക്ക് വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള ദൈവിക ബോധനം മനുഷ്യ സ്നേഹത്തിന്, മാനവിക മൂല്യ സംരക്ഷണത്തിന് എന്നുള്ള അടിസ്ഥാനപരമായ മുദ്രാവാക്യത്തോട് നീതി പുലർത്തുന്നതിന് വേണ്ടിയുള്ള തകൃതിയായ പരിശ്രമങ്ങൾ തീർച്ചയായും മുഴുവൻ ആളുകളും കൂടിച്ചേർന്ന് നടത്തിക്കൊണ്ട് ഈ നിയോജക മണ്ഡലത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തെ വികലമാക്കുന്നതിന് വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്ന എല്ലാ ആപൽ ശക്തികളെയും നിലക്ക് നിർത്താൻ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാൻ. ചില സന്ദർഭങ്ങളിൽ വൈകാരികമായി ഉടലെടുക്കാറുള്ള ഇത്തരം വർഗീയ ധ്രുവീകരണങ്ങളെ ആക്കം കൂട്ടുന്ന, അതിന് പ്രചോദനം നൽകുന്ന അഭിനവ കവാരിജുകൾ നമ്മുടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് മലീമസമാകുന്ന രൂപത്തിൽ രൂപപ്പെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരം ശക്തികൾക്കെതിരായിട്ടുള്ള വിചാരപരമായ പോരാട്ടങ്ങൾക്ക് തീർച്ചയായും മത സിദ്ധാന്തങ്ങൾ തന്നെയാണ്, പരിശുദ്ധ ഖുർആനും ഹദീസുകളും തന്നെയാണ് പ്രചോദനമായിട്ടുള്ളത്. ആ പ്രചോദിതമായിട്ടുള്ള സിദ്ധാന്തങ്ങളും പ്രഖ്യാപനങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരം ആപൽ ശക്തികളെ സൈദ്ധാന്തികമായി പരാജയപ്പെടുത്തിക്കൊണ്ട് മതത്തിന്റെ തനിമയും അതിന്റെ പ്രഖ്യാപിത മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ തീർച്ചയായും KNM മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് മതസംഘടനകളും അതിനുവേണ്ടി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തെയും സംഗമത്തെയും അഭിമാന പുരസ്സരം ഒരിക്കൽ കൂടി എല്ലാവിധ ബഹുമാനത്തോടുകൂടി ആദരിച്ചുകൊണ്ട് ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന മോയിൻകുട്ടി മേത്തർ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അടുത്തായി ആശംസകൾ അറിയിക്കാൻ വാണിയൂർ അന്തർ സാഹിബിനെ സാദരം ക്ഷണിക്കും. ബഹുമാന്യായ അധ്യക്ഷൻ, സ്റ്റേജിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ, ബഹുമാന്യായ സുഹൃത്തുക്കളെ, ഞാനൊരു ആശംസാ പ്രസംഗം നടത്തി നിങ്ങളെയും സ്റ്റേജിലുള്ള ആളുകളെയും മുഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. കാരണം പ്രഗത്ഭനായ ഒരു പ്രാസംഗികൻ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ നമ്മളെല്ലാം തന്നെ താല്പര്യപൂർവ്വം കാത്തിരിക്കുകയാണ്.
ഏതെല്ലായാലും ഇത്തരത്തിലുള്ള ഒരു സ്നേഹസംഗമം ഇവിടെ സംഘടിപ്പിച്ച KNLനെ നമ്മൾ ആദ്യമായി അഭിനന്ദിക്കുന്നു. ഇത് സംഘടിപ്പിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തൊരു യാഥാർത്ഥ്യമാണ്. പലരും ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായിരിക്കണം. നമ്മുടെ ഹൃദയത്തിനൊരു വിശാലത കൊടുക്കണമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു ബോധമുണ്ടായിരിക്കണം. ആരായിരുന്നാലും ശരി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ആത്മാർത്ഥമാറ്റി നമ്മുടെ ഹൃദയത്തിൽ ഒരു ബോധം ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ നാട്ടിന്, അല്ലെങ്കിൽ സമൂഹത്തിന്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭകരമോ പുരോഗതിയോ ഉള്ള കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പരിശോധിച്ചു. അടിക്കുക, പൊളിക്കുക, തകർക്കുക, ഇതൊക്കെ ഒരു സമൂഹത്തിന് യോജിച്ചതല്ല. എന്തിൻ്റെ വിഷയത്തിലായാലും ശരി, നമ്മൾ മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള സഹൃദയം കാണിക്കണം. പ്രസംഗിക്കൽ എളുപ്പമാണ്. നമുക്കൊക്കെ ഇവിടുന്ന് പ്രസംഗിച്ചു പോകാൻ വളരെ പ്രാവർത്തികമാക്കാൻ ഒരുപാട് പ്രയാസം. ഈ പ്രസംഗം എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ പ്രാവർത്തികമാക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് പ്രസംഗത്തിലുപരി ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള ആളുകൾ, ഈ പിന്തിരിപ്പ് സ്വഭാവം നടത്തുന്ന ആളുകൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വളരെ ചുരുങ്ങിയ ആളുകളേ ഉള്ളൂ. ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി, ഏത് പാർട്ടിയിൽപ്പെട്ടവനായാലും ശരി, ചുരുങ്ങിയ ആളുകൾ. 100 ആളുണ്ടെങ്കിൽ 5 ആളുണ്ടാവില്ല എന്നുള്ള വസ്തുതയാണ്. ഈ ആളുകളെ തുരത്താനോ അവരെ നേർവേലേക്ക് കൊണ്ടുവരാനോ അവരെ പുറന്തള്ളണ്ട. ഈ പിന്തിരിപ്പൻ സമീപനം സ്വീകരിക്കുന്ന ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നല്ല വഴിയിലേക്ക് ചലിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ വന്ന് പ്രസംഗം കേട്ട് നല്ല പ്രസംഗമാക്കി മറ്റേ മോശമില്ല, മറ്റേ ഇവൻ്റെ നന്നെന്ന് പറഞ്ഞ് പോയൊന്നും കാര്യമില്ല. നമ്മളിത് ഉൾക്കൊള്ളണം. ഈ സന്ദേശം ഉൾക്കൊള്ളുകൊണ്ട് ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ചെറുപ്പക്കാരായ ആളുകളായി വികാരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് അതിന് പ്രചോദനം കേൾക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു ശരിയായ മാർഗം നമ്മളെല്ലാവരും കണ്ടുപിടിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സർവ്വവിധ ഭാവങ്ങളും നമ്മൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തായി നമ്മുടെ തൂണേരി പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർ, ഈ വാർഡിലെ മെമ്പർ ബംഗ്ലത്ത് മുഹമ്മദ് നമ്മൾ സംസാരിച്ചു. അസ്സലാമു അലൈക്കും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, ബഹുമാന്യനായ അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തറുടെ പ്രൗഢോജ്വലമായ പ്രസംഗം കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ ഈ വേദി ഉപയോഗപ്പെടുന്നില്ല. കേരളത്തിലെ മുസ്ലിങ്ങളുടെ നവോത്ഥാന രംഗത്ത് ഉന്നതമായ പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് KNM. മഹാനായ വ്യക്തിത്വങ്ങളും ചാരിലകത്തും KMCD സാഹിബിന്റെയും എല്ലാം തന്നെ പാത പിൻപറ്റിക്കൊണ്ട് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമായ ഒരു വിഷയം പ്രബുദ്ധരായ കുമ്മങ്കോട്ട ജനങ്ങളുടെ മുമ്പിൽ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റിയ ഇതിന്റെ സംഘാടകരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും ഇത് ഒരു പ്രധാനപ്പെട്ട ഇബാദത്ത് തന്നെയാണ്. ചില ആളുകളെല്ലാം തന്നെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ചില ആളുകളെല്ലാം തന്നെ മതത്തെ മുന്നിൽ കാണിച്ചുകൊണ്ട് തീവ്രവാദത്തിലേക്കും പിന്തിരിപ്പൻ സ്വഭാവത്തിലേക്കും നമ്മളെ ചെറുപ്പക്കാരെ വഴിതെറ്റി കൊണ്ടുപോകുമ്പോൾ ആ ചെറുപ്പക്കാരുടെ മുമ്പിൽ ദീനിന്റെ യഥാർത്ഥമായ സന്ദേശം, അള്ളാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ച മാർഗം, അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്ന മാർഗം, അള്ളാഹുവിന്റെ പ്രവാചകൻ ബഹുസ്വര സമൂഹത്തിൽ ജീവിച്ചപ്പോൾ ആ ജീവിത ശൈലി സ്വീകരിച്ച ജീവിത ശൈലി, ആ ശൈലി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട ബാധ്യത സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള നേതൃത്വത്തിനുണ്ട്. ആ കടമ ഇവിടെ നിർവഹിക്കുന്നവരെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഒരിക്കൽ ബാബരി മസ്ജിദിന്റെ വിവാദപരമായ പ്രശ്നം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ കേരളത്തിൽ ഒരു മുസ്ലിം സമ്മേളനമോ ഒരു ഹിന്ദു സമ്മേളനമോ നടത്തിയാൽ കലാപമുണ്ടാകുമോ എന്ന് പോലും പേടിച്ച ഒരു ഘട്ടത്തിൽ പാലക്കാട്ടിൽ വലിയ സമ്മേളനം നടത്തിക്കൊണ്ട് കേരളത്തിലെ മതസൗഹാർദ്ദത്തിന്റെ കാവലാളന്മാരായി ഉയർന്നു വന്ന സമൂഹത്തിന്റെ പിന്തലമുറക്കാരാണ് നിങ്ങൾ. ആ കടമ നിർവഹിച്ച നിങ്ങളെ, ആ കടമ ഇവിടെയും നിർവഹിച്ച നിങ്ങളെ
ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. മായൻകുട്ടി മേത്തയുടെ പ്രസംഗത്തിന് തടസ്സമാവാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പ്രവർത്തനം സർവശക്തനായ അള്ളാഹു അവൻ തൃപ്തിപ്പെട്ടവർ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. അടുത്തായി നാദാപുരം മണ്ഡലം KNM ജനറൽ സെക്രട്ടറി CK പോക്കർ മാസ്റ്റർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ വൈകിയ വേളയിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആശംസ അർപ്പിച്ച് ബഹുമാന്യനായ മായൻകുട്ടി മേത്തരുടെ പ്രഭാഷണത്തിന് വിഘാതമായി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പരിപാടി ഏറ്റവും നന്നായി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഈ സദസ്സിനും നമ്മുടെ നാട്ടിനും നമ്മുടെ പ്രദേശത്തിനും ഒക്കെ ഉപകാരപ്പെടും എന്ന ചിന്തയിൽ നിന്ന് ഉടലെടുത്ത് എന്റെ ഈ ആശംസാ പ്രസംഗം ചുരുക്കുകയാണ്. ഈ പരിപാടി സംഘടിപ്പിച്ച KNM നാദാപുരം യൂണിറ്റ് കമ്മിറ്റിയെയും ആ യൂണിറ്റ് കമ്മിറ്റിയോട് ഒത്തു സഹകരിച്ച ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ആളുകളെയും നാദാപുരം മണ്ഡലം KNMന്റെ പേരിൽ അഭിനന്ദിക്കുകയും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദൈവിക ബോധനം മാനവ സമാധാനത്തിന് എന്ന വിഷയ സംബന്ധമായി കേരള ഹൈക്കോടതി സീനിയർ അഭിഭാഷകൻ കൂടിയായ ജനാബ് മായൻകുട്ടി മേത്തർ അദ്ദേഹം നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നു. അതിനുവേണ്ടി ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹബിഹി അൽഫായിസീന ബിറിദല്ലാഹ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിൽ നിന്നുള്ള സമാധാനം ഉണ്ടാകട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമകൾ സൈനബ് റളിയല്ലാഹു അൻഹ, അവർ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഒരു ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കാനായി കയറുവാൻ ശ്രമിക്കുമ്പോൾ പ്രവാചകനെ വളരെയധികം എതിർത്തിരുന്ന ഹബ്രാർ എന്നൊരു വ്യക്തി സൈനബ് റളിയല്ലാഹു അൻഹയെ തള്ളിയിട്ടു. അവർ നിലത്ത് വീണു പരിക്കേറ്റു. കുറച്ചുനാൾ അസുഖമായി കിടന്ന ശേഷം മരണപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം ഹബ്രാർ പിടിക്കപ്പെട്ടു. ഒരു തടവുകാരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ ഹാജരാക്കപ്പെട്ടു. പ്രവാചകൻ ഹബ്രാറിനെ തിരിച്ചറിഞ്ഞു. ഹബ്രാർ കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിച്ചു. ആ സന്ദർഭത്തിൽ ഒരുപാട് ചിന്തകൾ പ്രവാചകന്റെ മനസ്സിലൂടെ കടന്നുപോയിരിക്കാം. തന്റെ പൊന്നുമകൾ സൈനബ് ഒരു കുഞ്ഞായിരുന്നപ്പോൾ എടുത്തുകൊണ്ട് നടന്ന ഓർമ്മകൾ, കുട്ടിയായിരുന്നപ്പോൾ ഓടിക്കളിച്ച ഓർമ്മകൾ, പൂർണ്ണ ഗർഭിണിയായ മകൾ മരിച്ചു കിടക്കുന്ന ചിത്രവുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലൂടെ കടന്നുപോയിരിക്കാം. ഒരു പിതാവിനും മാപ്പ് കൊടുക്കുവാൻ സാധിക്കാത്ത കൊടും ക്രൂരതയാണ് തന്റെ ഗർഭിണിയായ മകളോട് ഹബ്രാർ ചെയ്തത്. എന്നിട്ടും പ്രവാചകൻ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മാതൃക കാണിച്ചുകൊണ്ട് ഹബ്രാറിന് മാപ്പ് നൽകി. ഈ സംഭവം ആമുഖമായി നിങ്ങളോട് പറയുവാൻ ഒരു കാരണമുണ്ട്. ചിലപ്പോൾ ഈ സദസ്സിലുള്ള ചില ആളുകളുടെ വീടുകൾ തകർക്കപ്പെട്ടിട്ടുണ്ടാകാം, ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാകാം. അവരുടെ മനസ്സുകളിൽ ഒരു ചിന്തയുണ്ടാകും. ഇതാ ഒരു വ്യക്തി എറണാകുളത്ത് നിന്ന് വന്നിരിക്കുന്നു, അവിടെ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങളില്ലാത്ത മേഖല, ആ വ്യക്തിക്കൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് സമാധാനത്തെയും ശാന്തിയെയും സംബന്ധിച്ച് പ്രഭാഷണം നടത്തുന്നുവെന്ന ചിന്ത ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ, ഈ ലോകത്തെ ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്ന് എന്ത് എന്ന് ചോദിച്ചാൽ സ്വന്തം സന്താനത്തിന്റെ മരണം കാണുക തന്നെയാണ്. അത് ചെയ്ത വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് നൽകിയിട്ടുണ്ട് എങ്കിൽ ആ മാതൃകയാണ് ഞാനും നിങ്ങളും പിൻപറ്റേണ്ടത്. ഈ നാദാപുരത്തെയും പരിസരത്തെയും സംബന്ധിച്ച് എനിക്ക് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ വായിച്ചറിവേയുള്ളൂ. വായിച്ചതും കേട്ടതും ഭയപ്പെടുത്തുന്ന വാർത്തകളാണ്. വായിച്ചതും കേട്ടതും മനസ്സുകളിൽ നൊമ്പരമുണ്ടാക്കുന്ന സംഭവ വികാസങ്ങളാണ്.
ഒരു ഗ്രാമമെന്നും പട്ടണമെന്നും ദേശമെന്നും രാജ്യമെന്നുമെല്ലാം പറയുന്നത് ഒരു ഭൂപടത്തിന്റെ അതിർത്തിക്കുള്ളിലുള്ള കുറച്ച് പ്രദേശങ്ങളല്ല, മറിച്ച് ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സ്നേഹമാണ്, അവരുടെ കാരുണ്യമാണ്, യോജിപ്പാണ്, പരസ്പര സഹകരണമാണ്. എന്നാൽ സ്നേഹത്തിന് പകരം വെറുപ്പും, കാരുണ്യത്തിന് പകരം ക്രൂരതയും, യോജിപ്പിന് പകരം വിയോജിപ്പും, വിശ്വാസത്തിന് പകരം അവിശ്വാസവും എല്ലാം സ്ഥാനം പിടിക്കുമ്പോൾ വളരെ അടുത്താണ് അവർ ജീവിക്കുന്നതെങ്കിലും ആയിരക്കണക്കിന് മൈലുകൾ തമ്മിലുള്ള അന്തരം അവരുടെ ഹൃദയങ്ങൾ തമ്മിലുണ്ട്. ഒരു ഗ്രാമത്തിന്റെ ഉള്ളിൽ താമസിക്കുന്ന ജനങ്ങളുടെ മനസ്സുകൾ പോലും ഗ്രാമത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങരുത്, മറിച്ച് ആ ഗ്രാമത്തിന്റെ സീമയെ ഭേദിച്ചുകൊണ്ട് ലോകത്തിലെ മനുഷ്യരെ ആകമാനം ഉൾക്കൊള്ളുവാൻ മാത്രം പ്രപഞ്ചത്തോളം അവരുടെ മനസ്സുകൾ വിശാലമാണ്. ഈ ലോകത്ത് അതിർത്തിയില്ലാത്ത വസ്തു ഏത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും, അത് മനുഷ്യ മനസ്സുകളാണ്. പ്രപഞ്ചത്തോളം വികസിക്കുവാൻ കഴിയുന്ന മനസ്സ്. ആ മനസ്സുകൾക്ക് വേലികെട്ടി തിരിക്കുമ്പോഴാണ് മനുഷ്യന് മനുഷ്യത്വം നഷ്ടപ്പെട്ടവരെന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യത്വം നഷ്ടപ്പെട്ടവരായി തീരരുത് നിങ്ങൾ. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും പേരിൽ മനുഷ്യരെ ഛിന്ന ഭിന്നമാക്കണമെന്ന് ഒരു ദൈവവിശ്വാസിയും ആഗ്രഹിക്കില്ല. സങ്കുചിത വികാരങ്ങളെ ഉണർത്തിക്കൊണ്ട് അവയുടെ എരിയുന്ന തീയിൽ വിജയം കൊയ്യണമെന്ന് രാജ്യത്തെ സ്നേഹിക്കുന്ന, ജനങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും നേതാക്കളും മോഹിക്കുകയുമില്ല. അങ്ങനെ ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും ചെയ്യുന്ന മതരാഷ്ട്രീയ നേതാക്കളുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ തുറന്നു കാണിക്കുകയും ചെയ്യേണ്ടത് സ്നേഹവും കാരുണ്യവും ഹൃദയത്തിൽ അവശേഷിച്ചിട്ടുള്ള ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ്. അതിനവർ മുന്നോട്ട് വരുന്നില്ല എങ്കിൽ ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള അതിർത്തി മാഞ്ഞു പോകും, നന്മയും തിന്മയും തമ്മിലുള്ള വ്യതിരിക്തത നഷ്ടപ്പെട്ടു പോകും. പിന്നെ ആ പ്രദേശം നരകതുല്യമായി തീരും. വിദ്യാലയങ്ങളുടെ ബെഞ്ചിൽ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും മാർക്സിസ്റ്റ് അനുഭാവിയുടെയും അല്ലെങ്കിൽ ലീഗ് അനുഭാവിയുടെയും BJP അനുഭാവിയുടെയും സന്താനങ്ങൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആലിംഗനങ്ങളിൽ അമരുമ്പോൾ അവരുടെ പിതാക്കന്മാർ കലാലയങ്ങളുടെ പുറത്ത് പരസ്പരം വാളോങ്ങി നിൽക്കുകയാണ് എങ്കിൽ ആ പിഞ്ചു പൈതങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? കടൽ പോലെ വിശാലമായ അവരുടെ മനസ്സുകളെ ഒരു കുപ്പിയുടെ മൂടിക്കുള്ളിലുള്ള ജലം പോലെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാക്കരുത്. പലപ്പോഴും നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിലാണ് പരസ്പരം വാളോങ്ങുന്നത്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എറണാകുളത്തെ പ്രശസ്തമായ കോളേജ് മഹാരാജാസ് കോളേജിൽ 2 വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലൊരു കലാപമുണ്ടായി. ഇതൊന്നും അറിയാതെ നിരപരാധിയായ ഒരു ലക്ഷദ്വീപുകാരൻ മുത്തുക്കോയ മഹാരാജാസ് കോളേജിന്റെ ഹോസ്റ്റലിലേക്ക് കടന്നു വന്നു. ആ ഹോസ്റ്റലിൽ നിന്നും മുത്തുക്കോയ പുറത്തിറങ്ങിയപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടന കൊണ്ടുവന്ന ഗുണ്ടകൾ സഞ്ചരിച്ചിരുന്ന ഒരു കാർ അടുത്തു വന്ന് നിൽക്കുകയും ഡോറ് തുറന്ന് അതിൽ നിന്നൊരു കഠാര പുറത്തേക്ക് വന്ന് ആ പാവം മുത്തുക്കോയയുടെ വയറ്റിലേക്ക് തുളഞ്ഞു കയറി. മറ്റൊരു സംഘടനയുടെ പ്രവർത്തകനാണ് എന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. ഇന്നും ഒരു ദുഃഖമായി, ദുരന്തമായി എന്റെ മനസ്സിൽ പലപ്പോഴും അത് അലയടിക്കാറുണ്ട്. പണ്ട് പരസ്പരം സംസാരിക്കാതിരുന്നവർ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. പണ്ട് പരസ്പരം മുഖം തിരിച്ചിരുന്നവർ ഇന്ന് അതീവ രഹസ്യങ്ങൾ പോലും കൈമാറുന്നവരാണ്. പണ്ട് 2 പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവർ ഇന്നൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. പണ്ട് ദൈവനിഷേധികളായിരുന്നവർ ഇന്ന് ദൈവവിശ്വാസികളാണ്. പലപ്പോഴും ചെറിയ ചുമരെഴുത്തിന്റെ പേരിലാണ് കലാലയങ്ങളിൽ പോലും കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. ഞാൻ മഹാരാജാസിൽ പഠിക്കുമ്പോൾ SFIയുടെ പ്രവർത്തകനായിരുന്നു. കോളേജിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അന്ന് SFIയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയാണ് വേണു. ഞങ്ങൾ തമ്മിൽ അധികം സംസാരിക്കാറില്ല, ഒരു സൗഹാർദ്ദവും ഉണ്ടായിട്ടില്ല. മനസ്സുകൊണ്ട് വെറുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് പോലും എനിക്കറിയില്ല. പിന്നീട് ഞാൻ അറിഞ്ഞു വേണു IFS കരസ്ഥമാക്കി ഭാരതത്തെ പ്രതിനിധീകരിക്കുന്ന വിദേശ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന്. 2 വർഷങ്ങൾക്ക് മുൻപ് ദുബായ് ഗവൺമെന്റിന്റെ അതിഥിയായിട്ട് ഹോളി ഖുറാൻ അവാർഡ് പ്രഭാഷണത്തിന് ഞാൻ ദുബായിലെത്തിയപ്പോൾ എന്റെ പ്രഭാഷണത്തിലെ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ഈ വേണുവാണ്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രഭാഷണം അദ്ദേഹം സശ്രദ്ധം ശ്രവിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് എന്നെ ക്ഷണിച്ചു. പിറ്റേ ദിവസം നമസ്കരിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു. പ്രധാനുഷ്ഠാനത്തിന്റെ സമയമായതുകൊണ്ട് ഭക്ഷണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു തന്നു. ഒരുപാട് സംസാരിച്ച ശേഷമാണ് ഞങ്ങൾ പിരിഞ്ഞത്.
ഈ റോസാ പുഷ്പങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരാരുണ്ട്? എന്നാൽ റോസാ പുഷ്പങ്ങളുടെ മുള്ളുകളെ നാം ഇഷ്ടപ്പെടണമെന്നില്ല. മുള്ളുകളില്ലാതെ റോസാ പുഷ്പങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് ലഭിക്കുകയുമില്ല. ഒരു പൂന്തോട്ടത്തിലെ റോസാ പുഷ്പങ്ങൾ മുഴുവനും ബുൾഡോസർ ഓടിച്ച് നശിപ്പിച്ചാലും പിന്നീട് മുളച്ചു വരുന്ന റോസാ പുഷ്പങ്ങൾക്ക് മുള്ളുകൾ ഉണ്ടാകും. അതുപോലെ ജീവിതമാകുന്ന പൂങ്കാവനത്തിൽ അഭിപ്രായ ഐക്യമെന്ന റോസാ പുഷ്പങ്ങളോടൊപ്പം തന്നെ അഭിപ്രായ അനൈക്യമെന്ന മുള്ളുകളും ഉണ്ടാകും. അഭിപ്രായ ഐക്യമുള്ളവരുമായി സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുവാൻ ഔന്നത്യത്തിന്റെ ആവശ്യമില്ല. മറിച്ച് അഭിപ്രായ ഭിന്നതയുള്ളവരുമായി അഭിപ്രായ ഭിന്നത തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുവാൻ സാധിക്കുമ്പോഴാണ് അവിടെ ഔന്നത്യം വരുന്നത്. അതൊരിക്കലും ആദർശം ത്യജിച്ചിട്ടുള്ളതാകരുത്. ഇവിടെ BJPക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ലീഗിനുമെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാം. പക്ഷെ അതൊരിക്കലും സൗഹാർദ്ദത്തെ ബാധിക്കരുത്. ഇവിടെ മതവിശ്വാസികളുണ്ട്, വ്യത്യസ്ത ആദർശങ്ങൾ പുലർത്തുന്നവരാണ്. പ്രപഞ്ചത്തെയും നെബുലകളെയും നക്ഷത്രങ്ങളെയും എല്ലാം സൃഷ്ടിച്ച ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന് ഉണർത്തുന്ന മതദർശനത്തിന്റെ അനുയായികളും എല്ലാത്തിലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന മതദർശനത്തിന്റെ വക്താക്കളും അതുപോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വമാണ് ദൈവിക ദർശനത്തിന്റെ അടിത്തറ എന്ന് കരുതുന്നവരുമെല്ലാം വ്യത്യസ്തമായ ദൈവിക ദർശനങ്ങൾ പുലർത്തുന്നവരാണ്. അതുപോലെ തന്നെ നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയുമാണ് മനുഷ്യന് ലഭിക്കുക. മരണാനന്തരം ദൈവം മനുഷ്യനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും നൽകുക തന്നെ ചെയ്യുമെന്ന് ഉണർത്തുന്ന ദൈവിക ദർശനവും മുൻജന്മ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ജനിക്കുന്നത് എന്ന് ഉത്ബോധിപ്പിക്കുന്ന മതദർശനവും ദൈവപുത്രന്റെ ക്രൂശീകരണത്തിൽ വിശ്വസിച്ചാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് ഉത്ബോധിപ്പിക്കുന്ന മതദർശനവും വ്യത്യസ്തമായ മോക്ഷത്തിന്റെ മാർഗങ്ങളാണ് ഉത്ബോധിപ്പിക്കുന്നത്. എന്നാൽ അതൊരിക്കലും വ്യക്തിപരമായ സൗഹാർദ്ദത്തിന് തടസ്സമായിക്കൂടാ. ഞാൻ അയ്യർ ആൻഡ് അഡ്വക്കേറ്റ് ഫേമിന്റെ സീനിയർ പാർട്ട്ണറാണ്. എന്നെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റ് സീനിയർ പാർട്ട്ണറാണ് അശോകൻ. 1985 മുതലുള്ള സൗഹാർദ്ദമാണ്. ഞാൻ ഈ പാർട്ട്ണർഷിപ്പിൽ മെമ്പറാകുമ്പോൾ ഞാനന്ന് നിരീശ്വരവാദിയായിരുന്നു. പിന്നീട് ഞാൻ ഈശ്വര വിശ്വാസിയായി, ഇസ്ലാമിക പ്രബോധകനായി. പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ഞാൻ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ ചെയ്യേണ്ട പണി പോലും അശോകൻ എടുത്തുകൊണ്ട് എന്റെ പ്രബോധനത്തിനുള്ള സൗകര്യങ്ങൾ അദ്ദേഹം എനിക്ക് ഒരുക്കി തരുന്നുണ്ട്. ഞങ്ങളുടെ വ്യത്യസ്തമായ മതവിശ്വാസങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ സൗഹാർദ്ദത്തെയും സ്നേഹത്തെയും ബാധിച്ചിട്ടില്ല. നാം ഒന്ന് മനസ്സിലാക്കണം, ഈ രാജ്യത്തിന്റെ പ്രത്യേകത, ഈ പ്രദേശത്തിന്റെ പ്രത്യേകത, ഈ പ്രദേശത്തിലുള്ള ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ തൊഴിലെടുക്കുന്നവരാണ്. ആ ദുബായിലും മറ്റു ഗൾഫ് രാജ്യങ്ങളിലും മറ്റു വിദേശ രാജ്യങ്ങളിലുമെല്ലാം പോകുമ്പോൾ അവിടുത്തെ മനോഹരങ്ങളായ വീഥികളും മനോഹരങ്ങളായ ഷോപ്പിംഗ് മാളുകളും ചുറ്റിക്കറങ്ങുമ്പോഴും മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോഴും എല്ലാം നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്ന ഒരു കാര്യമില്ലേ, ഈ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന്? ഈ നാട്ടിലെ കാർമേഘവും മഴയും കുളിർക്കാറ്റും കിളികളും കണിക്കൊന്നയും കുറിഞ്ഞിപ്പൂക്കളും മലരും നിറവും മണമുള്ള തെന്നലും പച്ചപ്പാടങ്ങളും ഇളങ്കാറ്റിൽ ആടിയുലയുന്ന നെൽക്കതിരും കാണണമെന്ന് നിങ്ങളുടെ മനസ്സ് കൊതിക്കാറില്ല? വർഷങ്ങളോളം മേലുദ്യോഗസ്ഥന്റെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെയും തൊഴിലുടമയുടെയും ആട്ടുംതുപ്പും കേട്ട് അനീതി പോലും സഹിക്കാൻ സാധിക്കാതെ അവസാനം വർഷങ്ങൾക്ക് ശേഷം നെടുമ്പാശ്ശേരിയുടെയും കരിപ്പൂർ വിമാനത്താവളത്തിന്റെയും പുറത്തിറങ്ങിയിട്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ അന്തരീക്ഷം ഒന്ന് ആസ്വദിക്കുമ്പോൾ ഒരു നെടുവീർപ്പിടാറില്ലേ? ഈ പൗരത്വം എന്ന് പറയുന്നതുണ്ടല്ലോ, സിറ്റിസൺഷിപ്പ്, അത് വല്ലാത്തൊരു അവകാശമാണ്. തിണ്ണബലം എന്ന് നമ്മുടെ നാട്ടുഭാഷയിൽ പറയും. ഈ സിറ്റിസൺഷിപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് മാത്രമേ നമുക്ക്. മറ്റു പല വിദേശ രാജ്യങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. ഭാരതത്തിൽ ഞാൻ അനുഭവിച്ച പോലെയുള്ള മതസ്വാതന്ത്ര്യം ഞാൻ എവിടെയും അനുഭവിച്ചിട്ടില്ല. ഒട്ടേറെ ദുഃഖമുണ്ടാക്കിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതും വർഗീയ കലാപങ്ങളിൽ മുസ്ലിങ്ങൾ വധിക്കപ്പെട്ടതുമെല്ലാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൊമ്പരമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, ഇത്തരം വർഗീയ കലാപങ്ങൾ ഉണ്ടായപ്പോഴും അതിക്രമങ്ങൾ സംഭവിച്ചപ്പോഴും മുസ്ലിങ്ങളുടെ ഹൃദയ നൊമ്പരങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലും വ്യത്യസ്ത നിയമസഭകളിലും പ്രതിഫലിപ്പിക്കപ്പെട്ടത് വിരലുകൾ കൊണ്ട് എണ്ണുവാൻ സാധിക്കുന്ന മുസ്ലിം MP-മാരുടെയോ MLA-മാരുടെയോ നാവുകളിലൂടെയല്ല,
മറിച്ച് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു MP-മാരുടെയും MLA-മാരുടെയും നാവുകളിലൂടെയാണ്. മാധ്യമങ്ങളിലൂടെ നമ്മുടെ ദുഃഖം അറിയുന്നതും മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളായ പത്രപ്രവർത്തകരുടെ നാവുകളിലൂടെയാണ്. 1400 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളൊന്ന് ഓർമ്മ തിരിച്ചുവിടുക, ഒരു റീവൈൻഡ് ചെയ്തു നോക്കുക. അള്ളാഹുവാണ് ഏകൻ, അവനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പ്രവാചകനും അനുയായികളും ആക്രമിക്കപ്പെട്ടില്ലേ?